ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ ആണ് വണ്ടി. അതിൻ്റെ നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് വണ്ടി ജർക്കിങ് നല്ല രീതിയിൽ ജർക്കിങ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളത് റെഡിയാക്കാനായിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അതിൻ്റെ ക്ലച്ച് ഔട്ടർ ക്ലച്ച് ഷൂ ഈ രണ്ടുമാണ് പ്രോബ്ലം. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്ലച്ച് ഔട്ടർ കൊണ്ടുപോയി പോളിഷ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പഴയ ക്ലച്ച് ഷൂ, ഇത് നമ്മുടെ വണ്ടിയുമ്പോൾ കിടന്നായിരുന്ന പഴയ ക്ലച്ച് ഷൂ, അതന്നെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചു വയ്ക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. അതിൻ്റെ ദീ ഭാഗം ഇപ്പോൾ ഈ ക്ലച്ച് ഷൂൻ്റെ ഒക്കെ ദീ ഭാഗം മാത്രമാണ് ടച്ച് ആവണേ. ശരിക്കും ദീ സെൻറ്റർ ഭാഗം ഇത്രയും ഭാഗമാണ് പിടിക്കേണ്ടത്, ആ ഭാഗത്ത് പിടുത്തമില്ല. പിന്നെ അതേപോലെ ഈ ക്ലച്ച് ഷൂൻ്റെ ആയാലും ദീ സൈഡിൽ ഇത് ഇവിടെ മാത്രമാണ് പിടുത്തം. ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് കാര്യമായിട്ടില്ല, ദീ സൈഡാണ് പിടുത്തം വരാം. ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് ഷൂ നമ്മൾ മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ക്ലച്ച് ഷൂ മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ട് ഓടിച്ചു നോക്കിയതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും ഞാൻ അയച്ചാണ് കംപ്ലയിൻറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കറക്റ്റായിട്ട് പിടിക്കുന്നത് കറക്റ്റ് നമുക്ക് ഈ സെൻറ്റർ ഭാഗമാണ് ടച്ചിങ് വൻ്റെ. ഇവിടെ നോക്കുമ്പോഴും കറക്റ്റ് സെൻറ്റർ ഭാഗം തന്നെ പിടിച്ചാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ക്ലച്ച് ഷൂ മാറ്റി ക്ലച്ച് ഔട്ടറും കൂടി ശരിക്കും മാറ്റേണ്ടതാണ്. പക്ഷേ ക്ലച്ച് ഔട്ടർ നമുക്ക് ഇത് അത്യാവശ്യം കട്ട് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ക്ലച്ച് ഔട്ടർ ലേത്തി കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതല്ലെങ്കിൽ ഇതിനും വരും ഏകദേശം ഒരു 1000 രൂപ അടുത്ത് നമുക്ക് കോസ്റ്റ് വരുന്ന സംഭവമാണ്. 800 സംതിങ് അങ്ങനെ ഇതിനും വരും. അപ്പോൾ ക്ലച്ച് ഷൂ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ക്ലച്ച് ഷൂ മാറ്റിയിട്ടുണ്ട്, ക്ലച്ച് ഔട്ടർ പോളിഷ് ചെയ്താണ് കയറ്റിയേക്കണേ. അപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് സാധാരണ ഈ ക്ലച്ച് വൈബ്രേഷൻ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഇതിപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ പുതിയത് ഇട്ടണമെന്ന് പറഞ്ഞിട്ട് ഇതും കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ ആ വൈബ്രേഷൻ കാണിക്കും. അത് കാണിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് ഷൂ ഈ വന്ന ഭാഗം ഒരയുമ്പോൾ ഇത് ആസ്പെറ്റോസാണ്. അത് ഒരയുമ്പോൾ വന്ന പൊടി കാര്യങ്ങൾ ക്ലച്ചിൻ്റെ ഔട്ടറിൻ്റെ ഉള്ളിൽ വരും. അതും ക്ലച്ച് ഷൂവിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് ജെർക്കിങ് വരിക. അത് നമ്മൾ ഓരോന്നും സർവീസിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴാണ് ശരിക്കും വരാൻ പാടുള്ളൂ. ഇത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെയും കാണിക്കേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്ലച്ച് ഷൂ മാറ്റേണ്ടി വന്നേനെ കേട്ടോ. ക്ലച്ച് ജെർക്കിങ് കാണിക്കും, അത് നോർമലായിട്ടുള്ള കേസാണ്. പക്ഷേ അത് നമുക്ക് പീരിയോഡിക് സർവീസിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊടി കൂടുതലായിട്ട് വരുമ്പോഴാണ് ആ ജെർക്കിങ് കംപ്ലയിൻറ്റ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഇട്ടാലും കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് സർവീസിൻ്റെ ടൈമിൽ അഴിച്ച് ക്ലീൻ ചെയ്താൽ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. കാരണം പൊടി അതിനകത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാണിക്കും. അത് നോർമൽ വന്ന കേസാണ്. ഇതങ്ങനെയല്ലായിരുന്നു. ഇതല്ലാത്തപ്പോഴും ഫുൾ ടൈം കാണിച്ചുകൊണ്ടിരിക്കണതാണ് നമുക്ക് കംപ്ലയിൻറ്റ് കാണിച്ചതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വാട്സപ്പിനകത്തേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കിയേക്കാം. ഓക്കെ.